ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. അതും ദം ബിരിയാണി, മലബാർ സ്റ്റൈൽ ദം ബിരിയാണി. ആദ്യം തന്നെ അരി കുതിർത്തി കഴുകി പൊതിർത്തി വെക്കണം. എന്നാൽ ഗീ റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എനിക്കിവിടെ ഫ്രഷ് ബീഫ് കിട്ടൽ കുറവാണ്, അതുകൊണ്ട് എല്ലും നെയ്യെല്ലാം കുറവായിരിക്കും. പക്ഷെ എന്നാലും ടേസ്റ്റ് കുഴപ്പമില്ല. നമ്മൾ നാട്ടിലത്തെ ടേസ്റ്റ് എന്തായാലും ഇവിടെ കിട്ടൂലല്ലോ. അപ്പൊ ആദ്യം ബീഫൊക്കെ ഒന്ന് കഴുകി വണ്ണത്തിൽ തന്നെ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ അരിഞ്ഞ് മാറ്റി വെള്ളം ഊറ്റി വെക്കുക. പിന്നെ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്. അത് ബീഫ് ആയതുകൊണ്ടാണ് ചെറിയ ഉള്ളി എടുത്തത്, അല്ലെങ്കിൽ അത് അവോയ്ഡ് ആക്കാം. പിന്നെ എന്തൊക്കെ ഉള്ളി പരമാവധി എത്രത്തോളം തിന്നായി കട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം തിന്നായി കട്ട് ചെയ്യുക. തിന്നാകുന്നതിന് മസാല ടേസ്റ്റ് കൂട്ടും ട്ടോ. പിന്നെ ബീഫ് എടുത്ത് വെള്ളമെല്ലാം ഊറ്റി അതിലേക്ക് പുതിയഞ്ചപ്പ്, മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ആ, പച്ചമുളക് ചതച്ചത്, അതുപോലെ തന്നെ കുരുമുളക്, ഗരം മസാല, ഉപ്പ് എന്നിവ ചേർക്കുക. ഇതിൽ മുളകും പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ദം ബിരിയാണിന്റെ ഒരു മെയിൻ ആയിട്ടാണ് മുളകും പൊടിയും മല്ലിപ്പൊടി ഇടാണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 5 വിസിലിന് വേവിക്കുക. പിന്നെ ഇതെല്ലാം തിന്നായിട്ട് കട്ട് ചെയ്തതും ചതച്ചതൊക്കെയാണ്. ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടില്ല ചതച്ചത്, വേറെ വേറെ തന്നെയാണ്. അങ്ങനെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഉള്ളി നന്നായി വഴണ്ടി വരുന്ന സമയത്താണ് അതിലേക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം മിക്സ് ആക്കുന്നത്. അങ്ങനെ അതും കൂടി മിക്സായി വന്നിട്ടാണ് നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടി ഇടുന്നത്. അപ്പൊ നന്നായി വഴണ്ടു വന്ന അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടിയും വഴറ്റി അതിലേക്ക് നമ്മൾ ചെറുതാക്കി തക്കാളി ഉടച്ചെടുത്ത് അതിലേക്ക് ബീഫിന്റെ ആ വെള്ളത്തോടുള്ള ആ വെള്ളം വേണം നമുക്ക് വറ്റിച്ച് വയ്ക്കാം. പക്ഷെ ഞാൻ വെള്ളത്തോടെ ഇട്ട് കാരണം ആ ഉള്ളി കുറച്ചും കൂടി ഒരു മയം വരും കേട്ടോ, ബീഫിനും കുറച്ച് സോഫ്റ്റ് വരും, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും അതിന്റെ ഇടയ്ക്ക് ഞാൻ ഗരം മസാലയും കുരുമുളക് പൊടി ഇട്ടത് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് എന്താക്കാ നമ്മള് ചോറങ്ങോട്ട് തട്ടിക്കൊടുക്കുക. അതിന്റെ ദമ്മിടലാണിത്. അതിലേക്ക് എന്താ പറയുക, ഗരം മസാല കുറച്ചിടുക. അതേപോലെ തന്നെ പൊരിച്ച ഉള്ളി, മല്ലിച്ചപ്പും പുതിനച്ചപ്പും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ദം ചെയ്യാം. ഒരു 10-20 മിനിറ്റ്, 20ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റ് ദം ചെയ്താൽ മതി. ദമ്മൊക്കെ പൊട്ടിച്ച് അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ മേലുള്ള ചോറ് എന്താക്കുക, കുറച്ചൊന്ന് മിക്സ് ചെയ്യണം. കാരണം ആ നെയ്യിന്റെയും ആ പൊരിച്ച ഉള്ളിന്റെയും എല്ലാം കൂടി ഒരു മൊത്തം ടേസ്റ്റ് കിട്ടുന്നല്ലോ ചോറിലേക്ക്. അങ്ങനെ ഒരു പാത്രം ഇങ്ങോട്ട് എടുക്കുക, അതിലേക്ക് ബീഫ് അങ്ങോട്ട് ഇടുക. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഓരോരോ പുതിയ വെറൈറ്റി ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾ. അങ്ങനെ നല്ല സോഫ്റ്റ് ബീഫ് എടുത്ത് അതിലേക്ക് സാലഡ് വെച്ച് ഒരു പിടുത്തം പിടിക്കുക. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.